എല്ലാ കൂട്ടുകാർക്കും ഹോക്കി ഹോമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇലയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇലയപ്പം തയ്യാറാക്കാൻ അറിയായിരിക്കാം. എന്നാലും ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഇലയപ്പം ഉണ്ടാക്കുന്നത്, വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾക്ക് നോക്കിയിട്ട് വരാം. അതിനായി നമ്മൾക്ക് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണേ. നമ്മളിവിടെ തിളച്ച വെള്ളത്തിലാണ് മാവ് കുഴച്ചെടുക്കുന്നത്. വെള്ളം തിളപ്പിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടിയിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം. അധികം ഉപ്പിടരുത്, കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് മാവിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളച്ച വെള്ളം ആയതുകൊണ്ട് നമുക്ക് കൈവച്ച് കുഴയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം മാവിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചൂടെല്ലാം ആറിയിട്ട് നമുക്ക് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. മാവ് ഒരു ഇടിയപ്പം കുഴയ്ക്കണ പരുവത്തിന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായി മാവ് കുഴച്ചെടുക്കണം. നമുക്ക് എന്നിട്ടൊരു നാളികേരം ഉടച്ചെടുക്കാം. വെള്ളം കുടിക്കാമെന്ന് വെച്ച് നാളികേരം ഉടച്ചതായിരുന്നു. വെള്ളം മുഴുവൻ തറയിപ്പോയി. എന്നിട്ട് നമുക്കിതിന് ആവശ്യത്തിന് നാളികേരം തിരുവിയെടുക്കാം. ഞാനിവിടെ കുറച്ചധികം മാവ് കുഴച്ചിട്ടുണ്ട്, അതുകൊണ്ട് നാളികേരം അതിനനുസരിച്ച് കൂടുതൽ ആവശ്യമുണ്ട്. നമുക്ക് അതിനുള്ള നാളികേരം എല്ലാം തിരുവിയെടുക്കാം. ഞങ്ങളിവിടെ പാലക്കാട് സൈഡ് വിഷുവിൻ്റെ തലേ ദിവസമാണ് ഞാനിവിടെ ഇലയപ്പം ഉണ്ടാക്കണത്. അത് വിഷുക്കണിക്ക് ഞങ്ങൾ ഇലയപ്പം കൂടെ വെക്കാറുണ്ട്. എല്ലാ സൈഡും അങ്ങനെ വെക്കാറില്ല. പക്ഷെ ഞങ്ങളുടെ ഈ പാലക്കാട് എല്ലാ സൈഡും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ നമ്മൾ കണിക്ക് ഇലയപ്പം വെക്കാറുണ്ട്. എന്നിട്ട് നമുക്ക് ശർക്കര നന്നായി ഇങ്ങനെ ചീവി എടുക്കാം. ഇവിടെ ഞാൻ ശർക്കര പാവല്ല കാച്ചുന്നത്, ഇങ്ങനെ ചീവി എടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിയായിട്ട് നല്ല പൊടിയായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ശർക്കര മുഴുവൻ ചീവി എടുക്കാം. എന്നിട്ട് ഇലയെല്ലാം ഇവിടെ കഴുകി നല്ല വൃത്തിയായി തുടച്ച് വെച്ചിട്ടുണ്ട്. ശർക്കരയെല്ലാം ചീവി എടുത്തു, തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം പരത്തിയെടുക്കാം. ഇലയിൽ നമ്മൾ ചൂടുവെള്ളം വെച്ച് തിളച്ച വെള്ളം വെച്ച് മാവ് കുഴച്ചുകൊണ്ട് നല്ല സോഫ്റ്റായിരിക്കും. അതുകൊണ്ട് നന്നായി പരത്തുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇലയിൽ പരത്തിയെടുക്കാൻ പറ്റും. കണ്ടോ, നന്നായി സോഫ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ കഴിയും. ഇവിടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ വന്ന് സഹായിക്കുകയാണ്. ഇലയിലെല്ലാം പരത്തി തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടുള്ള താത്തമാർക്കെല്ലാം നമ്മൾ ഇലയപ്പം കൊടുക്കും. വിഷു അല്ലേ, വിഷുവിൻ്റെ അന്ന് നമ്മളിവിടെ കൊടുക്കാറുണ്ട്. നമ്മൾക്ക് അവർ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾക്കും ബിരിയാണിയും പിന്നെ നോമ്പ് സമയത്ത് തരിക്കഞ്ഞിയും എല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ട് തരാറുണ്ട്. നമ്മളിവിടെ ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മുടെ അടുത്തെല്ലാം താത്തമാരും എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ അതിൽ ശർക്കരയും തേങ്ങയെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലോണം ശർക്കരയും തേങ്ങയും ഇടണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾക്കിത് നന്നായിട്ട് തേങ്ങയെല്ലാം ഇട്ടതിന് ശേഷം നന്നായി അമർത്തണം. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ശർക്കരയും തേങ്ങയും എല്ലാം പുറത്ത് പോവും. ചിലവിടെയൊക്കെ ഇതിൽ ഈർക്കിളി കുത്തി വയ്ക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ അത് ഈർക്കിളിയൊന്നും കുത്തിയിട്ടില്ല. അങ്ങനെ എല്ലാതും നമ്മൾ പരത്തി ശർക്കരയും തേങ്ങയും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കത് നന്നായിട്ട് ആവി വെച്ചെടുക്കാം. ഇത് ഒരു പ്രാവശ്യം വേവിച്ചെടുക്കാൻ കൂടുതലുണ്ട്. നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇത് വേവിച്ചെടുക്കേണ്ടി വരും. നമുക്ക് അടുപ്പിലാണ് ഇവിടെ ആവി വയ്ക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യമുള്ള ആവി നമുക്ക് വെച്ചിട്ട് അതിന് ശേഷം ബാക്കിയുള്ളത് അടുത്ത ട്രിപ്പിൽ വയ്ക്കാം. 10 മിനിറ്റ് വേവിച്ചാൽ തന്നെ വെന്ത് കിട്ടും. അടുപ്പിൽ നല്ല തീയല്ലേ, അതുകൊണ്ട് നന്നായിട്ട് ഇലയപ്പം വെന്തിട്ടുണ്ട്. ഇലേൻ്റെ കളറെല്ലാം മാറി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം.
ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.